السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين برضا الله. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطيع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. صدق الله العلي العظيم. ذكر الأنبياء عبادة وذكر الصالحين كفارا. صدق رسول الله صلى الله عليه وسلم. يا عمدتي عمدي يا عدتي سندي يا قدوتي أمدي يا أسوتي مددي كنا آخذا بيدي وسددا أبدي يا محيي الدين اسأل إلى الله يغفر لي ويرحمني ويقضي أوطاري الدارين ينصرني والوالدين ومن قد كان يحسنني والأقرباء جميعا محيي الدين. ബഹുമാനവും സ്നേഹവും നിറഞ്ഞ സാദാത്തുക്കളെ, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മറ്റു ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് നമ്മുടെ ഈ പരിപാടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സഹാബാക്കളെ വിളിച്ചുകൊണ്ട് സഹാബാക്കളെ നിങ്ങൾ നബിൻ്റെ കൂടെ തന്നെ ഇരിക്കണം, നബിനെ തന്നെ നോക്കണം എന്നുള്ള പറഞ്ഞതല്ല. അതെന്തത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള സഹാബാക്കളാണ്, അങ്ങേയറ്റം ബഹുമാനിക്കുന്ന സഹാബാക്കളാണ്. നബിന്റെ തുപ്പുനീർ പോലും താഴേക്ക് വീഴാൻ വേണ്ടി അവർ സമ്മതിക്കൂല. നബി കാക്കരിച്ച് തുപ്പുമ്പോഴും അവർ കൈകാട്ടിക്കൊണ്ട് തന്നെ തടയിട്ട് അവരുടെ മേളിലേക്കെല്ലാം തടയിക്കോളും. ഉളുവെടുക്കാൻ വേണ്ടി ഉളുവെടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ വെള്ളം കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും ഒരു യുദ്ധം പോലെ ആയിരിക്കുന്നതാണ് സഹീഹ ഹദീസിൽ കാണുന്നത്. അത്രക്കും ബഹുമാനിക്കുന്ന സ്വഹാബാക്കളാണ്, നബിനെ ബഹുമാനിക്കുന്നവരാണ് അവർ. അപ്പൊ അത് പറഞ്ഞില്ല അല്ല, അതവർ ചെയ്യുന്നുണ്ട്. പക്ഷേ നബിനോട് അല്ല പറയുന്നത്, നബിയെ തങ്ങൾ അവരെ വല്ലാതെ സ്നേഹിക്കണം, തങ്ങൾ അവരെ കൂടെ തന്നെ ഇരിക്കണം, രണ്ട് കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ല. വലാ തഅദു ഐനാക അൻഹും. ഇതെന്താണ് ഈ ആയത്ത് എപ്പോഴാണ് ഇറക്കിയത്? ആ ഖുറൈശി നേതാക്കള്, വലിയ ബമ്പന്മാര്, അവർ വന്നിട്ട് പറഞ്ഞു, ഈ പാവങ്ങളെ, ഈ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ഈ വാസനിക്കുന്ന, ഈ കോലം ചീത്തയായ ഇവരെ ഒന്ന് ആട്ടിപ്പായിച്ചാല് ഞങ്ങളെല്ലാവരും വിശ്വസിക്കണം. ഞങ്ങൾ വിശ്വസിക്കുന്ന കണ്ടിട്ട് ഞങ്ങളെ കോമു, ഞങ്ങളെ കൂട്ടാളികളെല്ലാം വന്ന് വിശ്വസിക്കും. അപ്പോൾ നബിക്ക് തോന്നിപ്പോയി, ഒന്ന് ചെയ്താലോ, ഇവരൊന്ന് വിശ്വസിക്കുമല്ലോ. കാരണം റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്ത്? റസൂലുള്ളാഹിന്റെ സമുദായം അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചും കൊണ്ട് നന്നാവണം എന്നാണ് റസൂലുള്ളാഹിന്റെ ഉദ്ദേശം. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളാവണമെന്ന് തങ്ങൾക്ക് വല്ലാത്ത കൊതിയാണ്. അപ്പൊ ആ കൊതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് തോന്നിപ്പോയി, ഒന്ന് അങ്ങനെ ഇവരെ മാറ്റി നിർത്തിയാലോ എന്ന് തോന്നിയപ്പോൾ അത് ഇറക്കുന്നതാണ്, നബിയെ വേണ്ട, തുരീദു സീനത്തൽ ഹയാത്തുദ് ദുനിയ, അത് വേണ്ട നബിയെ. തങ്ങള് ആ പാവങ്ങളായ, ആ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, ആ പള്ളയിലേക്ക് കല്ലി കെട്ടിക്കൊണ്ട് ഖുർആനും ഹദീസും പഠിക്കുന്ന, ആവശ്യത്തിന് യുദ്ധത്തിന് പോകുന്ന ആ കൂട്ടരെ കൂടെ തന്നെ തങ്ങളിരിക്കണം. എന്താണ് സംഭവം പ്രിയപ്പെട്ടവരെ? ഞങ്ങൾ ചിന്തിച്ചാല് സഹാബാക്കളെ വിഷയം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അവർ പല ഭാഗത്തുനിന്നും ഇങ്ങനെ നാട് വിട്ട് ഹിജറ ബന്ധം അവിടെ കൂടിയ അവർക്കൊന്നുമില്ല. നബിന്റെ ഹദീസ് പഠിക്കണം, നബിന്റെ ഖുർആന് പഠിക്കണം. ഖുർആന് ഹിഫ്ളാക്കാൻ വേണ്ടി മുസാഹഫ് നോക്കിയിട്ട് പഠിക്കുന്നതല്ല, നബിന്റെ വായിൽ നിന്ന് നാവിൽ നിന്ന് കിട്ടുന്നതിനെ അവർ മനഃപ്പാടമാക്കുന്നതാണ്.
അതേപോലെ തന്നെ ഹദീസും, അത് ഹദീസിന്റെ ഗ്രന്ഥമില്ല. നബി ഓരോന്ന് പറയുമ്പോൾ എന്നെ മനപ്പാടമാക്കുന്നതാണ്. തിന്നൊരു ഭക്ഷണമില്ല, കുടിക്കന് വെള്ളമില്ല, പാർക്കാന് പൊരയില്ല. എന്തെങ്കിലും നബിക്ക് ഹദിയ കിട്ടിയാൽ നബി അതിനെ കൊടുക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സുഫത്തിന്റെ അഹ്ലുകാരുടെ നേതാവാണ്, ഞാൻ ചിലപ്പോൾ വിശന്നും കൊണ്ട് റസൂലുള്ളാഹിന്റെ റൗളയിൽ ഞാനിങ്ങനെ വീണിട്ടുണ്ടാവും. അപ്പൊ അറിയാത്തവരെന്നെ ചവിട്ടിക്കൊണ്ടുപോകും. പിരാന്ത് പിടിച്ചിട്ട് വീണതാണ്, തലക്ക് സുഖമില്ലാണ്ട് വീണതാണ്. ഒമാബി ജുനൂനുൻ ഇല്ലൽ ജൂ, എനിക്ക് ഒരു ജുനൂനും ഇല്ല, വെറും വിശപ്പ് മാത്രമായിരുന്നു. അത്രയ്ക്കും കഷ്ടപ്പാട് സഹിച്ച ആ സ്വഹാബാക്കൾക്ക് അള്ളാഹു കൊടുത്ത സ്ഥാനം അള്ളാഹ് പറയുന്നതാണ്, നബിയെ അവരെ കൂടെ തന്നെ ഇരിക്കണം, തങ്ങളെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവല്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾപ്പെട്ട ഒരു കണ്ണ് കാണാത്ത സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ 2 മുഅദ്ദിനീങ്ങളിൽപ്പെട്ട ഒരു മഹാനാണ്. റസൂലുള്ളാഹിക്ക് 2 മുഅദ്ദിനീങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു. കാഴ്ചയില്ലാത്ത സ്വഹാബി. ആ കാഴ്ചയില്ലാത്ത സ്വഹാബി ഒരവസരം നബിയോട് വന്നിട്ട് പറഞ്ഞു, അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, പുന്നാര നബി എനിക്ക് പഠിപ്പിക്കണം. കുറച്ച് മുമ്പ് തന്നെ വിശ്വസിച്ചും കൊണ്ട് അത്യാവശ്യമായ കാര്യങ്ങളെല്ലാം പഠിച്ച സ്വഹാബിയാണ്. പക്ഷേ ഈ അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ് എന്ന് പറയുന്ന സമയത്ത് ഖുറൈശി നേതാക്കൾ റസൂലുള്ളാഹിന്റെ സദസ്സിലുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ ആളുകൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹ് അവരെ സംസാരത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇവരൊന്ന് വിശ്വസിച്ചാലോ, ഇവരൊന്ന് നന്നാക്കിയെടുത്താലോ, ഇങ്ങനെ റസൂലുള്ളാഹ് കൊതിച്ചും കൊണ്ട് അവരെ ദീനിലേക്ക് ആകർഷിപ്പിക്കുന്നതായ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. ആ സമയത്താണ് അറിയാണ്ട് കാഴ്ചയില്ലാത്ത കണ്ണ് കാണാത്ത സ്വഹാബി ആ സമയത്താണ് വന്നിട്ട് പറയുന്നത്, അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, ഒരു ദുനിയാവ് ചോദിക്കുന്നല്ല, തങ്ങളെ പഠിപ്പിക്കണം നബിയെ, എനിക്ക് തങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ സമയത്ത് തങ്ങൾ അവിടെ ആ വിഷയത്തിലായിരുന്നു ശുഗലായത്. അവരുടെ വിഷയത്തിലാണ്. അത് വേണ്ടത് തന്നെയാണ്. അത് അഹമ്മായ വിഷയമാണ്, ഏറ്റവും അത്യാവശ്യമായ വിഷയമാണ് റസൂലുള്ളാഹി അവിടെ ഏർപ്പെട്ടിട്ടുള്ളത്. അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ആരെങ്കിലും ദീനിലേക്ക് വിശ്വസിച്ചാൽ വലിയ ഹൈറായി പോകുമല്ലോ, അവരെ കൂട്ടങ്ങളും വരുമല്ലോ എന്നെല്ലാം ഇങ്ങനെ ചിന്തിച്ചും കൊണ്ട് റസൂലുള്ളാഹി അവരുടെ വിഷയത്തിലായിപ്പോയി. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു എനിക്ക് മറുപടി കൊടുത്തില്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് ഖുർആൻ ഷരീഫിൽ ഇറക്കുന്നു, അബസ വതവല്ല അൻ ജാഅഹുൽ അഅ്മാ. കുരുടനായ സഹാബി വന്ന സമയത്ത് നബി മുഖം ചുളിച്ചല്ലോ, നബിയെ തങ്ങൾ ഉത്തരം കൊടുത്തില്ലല്ലോ. അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയച്ചും കൊണ്ട് ഒരു ഖുർആൻ ആയത്ത് ഖിയാമത്ത് നാൾ വരെ ഓതുന്ന ഒരു ആയത്ത്, ഒരു സൂറത്ത് തന്നെ അള്ളാഹ് ഇറക്കി. അബസ സൂറത്ത്. എന്താണ് അബസ വതവല്ല? അബസ വതവല്ല. നബി കാഴ്ചയില്ലാത്ത സ്വഹാബി വന്ന സമയത്ത് നബി അത്രയൊന്നും കണക്കിലെടുത്തില്ല. നബി തിരിഞ്ഞു കളഞ്ഞു, നബി മുഖം ചുളിച്ചു. അത് ശരിയായില്ല നബിയേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് നബിനെ ചെറിയൊരു ആക്ഷേപം കൊടുത്തു. മനസ്സിലാക്കണം. അള്ളാഹു പറയുന്നു, കല്ലാ നബിയെ, അത് മുതൽ അങ്ങനെയുള്ളൊരു കാര്യം ഇത് മുതൽ ചെയ്യല്ല നബിയെ. അതിന്റെ ശേഷം ആ മഹാനായ സ്വഹാബി വന്നാൽ നബി തങ്ങൾ പറയും, മർഹബൻ ബിമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് എന്നെ ആക്ഷേപിച്ച ഒരു സ്വഹാബിക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതാ തട്ടം പിരിച്ചു കൊടുക്കുന്നവരായിരുന്നു. റസൂലുള്ളാഹിന്റെ മേത്തട്ടത്തിനടുത്തും കൊണ്ട് പിരിച്ചു കൊടുക്കും. എന്നെ ആക്ഷേപിച്ചു അള്ളാഹു ആ സ്വഹാബിക്ക് മറുപടി കൊടുക്കാത്തതിന്റെ പേരിൽ, അങ്ങനെയുള്ള സ്വഹാബിക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു പറഞ്ഞിട്ട് തട്ടം പിരിച്ചു കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ മനസ്സിലാക്കണം, നബി തങ്ങൾ സ്വഹാബാക്കളെ ബഹുമാനിക്കുന്നവരാണ്. സ്വഹാബത്തിന്റെ ബഹുമാന നബി തങ്ങൾക്ക് ധാരാളം അറിയും, നബിന്റെ ശിഷ്യന്മാരല്ലേ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്, നബി മുഖം ചുളിച്ചെന്ന് പറഞ്ഞെങ്കിൽ നബി അവർക്ക് മറുപടി കൊടുക്കാത്തത് ശരിയായില്ല. അവർക്ക് തങ്ങൾ മറുപടി കൊടുക്കണമായിരുന്നു. ഈ ഖുറൈശി നേതാക്കളെ വിടണമായിരുന്നു. അവരങ്ങോട്ട് പോകട്ടെ, അവർക്ക് തങ്ങൾ മറുപടി കൊടുക്കണ്ട. തങ്ങള് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന് മറുപടി കൊടുക്കണമായിരുന്നു. നോക്കണം അല്ലാഹു തആല കൊടുത്ത ബഹുമാനം. അപ്പോൾ വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹാന്മാർക്ക് ബഹുമാനം നൽകിയിട്ടുണ്ട്. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി
അംവാതുൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം വലാകിൻ ലാ തശ്ഉറൂൻ. അല്ലാഹ് പറയുന്നു, അള്ളാഹുവിന്റെ വഴിയിൽ കൊല്ലപ്പെട്ട മഹാന്മാരായ ശുഹദാക്കളെ സംബന്ധിച്ച് നിങ്ങൾ വിചാരിക്കുന്നത് അവർ മരിച്ചവരാണ്. അവർ മരിച്ചവരല്ല. വലാകിൻ ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയുന്നില്ല അവർ മരിച്ചവരല്ല, അവർ ഹയാത്തുള്ളവരാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ് ഒരുപാട് ആയത്തും അതുപോലെ തന്നെ നബിന്റെ ഖുർആൻ ഹദീസിലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനം ഞങ്ങളും അവർക്ക് കൊടുക്കണം. അവരെ പറ്റി നല്ല ബഹുമാനവും ആദരവും നമ്മുടെ മനസ്സിൽ വേണം. അവരുടെ പൊരുത്തക്കേട് നമുക്ക് വരാൻ പാടില്ല. മഹാന്മാരുടെ പൊരുത്തക്കേട് നമുക്ക് വരാൻ പാടില്ല. അവരെ ഞങ്ങൾ ബഹുമാനിച്ചും കൊണ്ട് അവരെ പൊരുത്തവും അവരെ മദതും അവരെ കുരുത്തവും ഞങ്ങൾ സമ്പാദിക്കണം. മഹാന്മാരുടെ പൊരുത്തക്കേട് അത് വല്ലാത്തൊരു സംഗതിയാണ്. അവരെ പൊരുത്തമാണ് നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ മഹാന്മാര് അവർ ചിലപ്പോൾ എന്താക്കും? ക്ഷമിച്ചാലും ചിലപ്പോൾ കാണിക്കും. വല്ലാഹു യുംലി വലാ യുംലുൽ വലിയ്യു ലഹു ഫലാ ളമീറ വലിയൻ തൂലിയൻ കമദാ വഇൻ തുതിഖ് ഹർറ ശംസിൻ ലാ തുതീഖു അലാ റംലിൻ തവഖാ ഫീഹി ഹർറുഹാ അബദാ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ താമസം ചെയ്യുകയില്ല, അള്ളാഹ് താമസം ചെയ്യും. അല്ലാഹു യുംലി വലാ യുംലിൽ വലിയ്യു ലഹു. അള്ളാഹു താമസം ചെയ്യും, പെട്ടെന്ന് ശിക്ഷിക്കൂല. അള്ളാഹിന്റെ ഔലിയാക്കൾ ചിലർ അങ്ങനെയല്ല, അവർ പെട്ടെന്ന് ശിക്ഷിക്കും. അല്ലാഹു യുംലി വലാ യുംലിൽ വലിയ്യു ലഹു. അള്ളാഹിന്റെ വലിയ താമസം ചെയ്യുകയില്ല. അതുകൊണ്ട് ഫലാ ലമീറ വലിയിൻ തൂലിയൻ കമദാ, ഏത് വലിയിന്റെ ഹൃദയത്തിലേക്കും നീ ഒരു വ്യസനത്തിന് ഒരു ബേജാറാക്കുന്ന കാര്യത്തിന് നീ അടുപ്പിക്കല്ല എന്ന് പറഞ്ഞെങ്കിൽ ഏത് വലിയിന്റെ ഏത് മഹാന്റെയും മനസ്സിനെ നീ വേദനിപ്പിക്കണ്ട. അപ്പൊ വിചാരിക്കും അവർ മരിച്ചവരല്ലേ? മരിച്ചവരല്ല. വലാകിൻ ലാ തശ്ഉറൂൻ. ഔലിയാഉല്ലാഹി ലാ യമൂതൂൻ ബൽ യന്തഖിലൂന മിൻ ദാരിൻ ഇലാ ദാർ. അവർ മരിച്ചവരല്ല, ഒരു ലോകത്തുനിന്ന് പിന്നൊരു ലോകത്തേക്ക് അവർ യാത്ര പോയിന്ന് മാത്രം. വേറൊരു ജീവിതം മാത്രം, ദുന്യവിയാ ജീവിതത്തിനും വിട്ട് ഒരു ബർസഖിയ നല്ലൊരു സന്തോഷകരമായ ജീവിതമാണ് അവരുടെ ജീവിതം. അവർ യഥാർത്ഥത്തിൽ മരിച്ചവരല്ല എന്നാണ് മഹാന്മാര് ഞങ്ങളെ പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, ഹദീസ് പഠിപ്പിക്കുന്നുള്ളൂ. അങ്ങനെ തന്നെയാണ്. അപ്പൊ മരിച്ചവരോടും നാം എന്താക്കണം? അദബ് കാണിക്കണം. അദബും ഗുരുത്വവും വേണം. പൊരുത്തക്കേട് വരാൻ പാടില്ല. പൊരുത്തക്കേട് വന്നാൽ പോയി. പൊരുത്തക്കേട്, നബിന്റെ പൊരുത്തക്കേട് സമ്പാദിച്ച എത്ര ആളുകളുണ്ട്? ഒരു 1-2 ഉദാഹരണം ഞാൻ പറയാം. റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ ഒരാള് ഇടത്ത കയ്യിൽ തിന്നുകൊണ്ടുണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, മോനെ ബലത്തെ കയ്യിൽ തിന്നും. ആ മനുഷ്യൻ പറഞ്ഞു, ലാ അസ്തത്യു, നബിയെ കഴിയുന്നില്ല, ബലത്തെ കൈ കൊണ്ട് തിന്നാൻ സാധിക്കുന്നില്ല എനിക്ക്. നബി തങ്ങൾക്ക് അറിഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ലാ ഇസ്തതഅത മാ മനഅഹു ഇല്ലൽ കിബ്റു, നിനക്ക് കഴിയാതെ പോകട്ടെ, നിനക്ക് കിബ്റാണ് ഉള്ളത്. നബിക്ക് മനസ്സിലായിരുന്നു എനിക്ക് കിബ്റാണ്, കിബ്റ് കൊണ്ടാണ് എന്താക്കാത്തത്, വലത്തെ കയ്യിൽ തിന്നാത്തത്. അപ്പൊ നബി പറഞ്ഞു, ലാ ഇസ്തതഅത, നിനക്ക് കഴിയാണ്ട് പോട്ട്. മാ മനാഹു ഇല്ലൽ കിബ്റു, കിബ്റല്ലാണ്ട് തടഞ്ഞിട്ടില്ല. കിബ്റാകുന്ന തടസ്സം മാത്രമേ ഉള്ളത്, കൈക്ക് ഒരു തടസ്സവും ഇല്ല. അവിടെ പറയുന്നു, ആ മനുഷ്യൻ പിന്നെ ആ കൈനെ മരിക്കുന്നത് വരെ പൊന്തിച്ചിട്ടില്ല, ബായ്ക്ക് പോയിട്ടില്ല കൈ. അവിടേക്ക് ലാസ്റ്റ്. പൊന്താത്ത കൈയല്ല, നല്ല ആരോഗ്യമുള്ള കൈയാണ്. പക്ഷെ നബിന്റെ പൊരുത്തക്കേട് വാങ്ങി കഴിയുന്നില്ല. ലാസ്തത്യു എന്ന് പറഞ്ഞു, സാധിക്കുന്നില്ല. നബി പറഞ്ഞു, ലാസ്തത്ത, സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കാതെ പോകട്ടെ. നബി അത്ര പറഞ്ഞ മാത്രം. പിന്നെന്തായില്ല, മനുഷ്യന്റെ കൈ മരിക്കുന്നത് വരെ ആ ബലത്തെ കൈ ബായിലേക്ക് പോയിട്ടില്ല എന്നാണ്. അതേപോലെ തന്നെ പിന്നൊരു സമയത്ത് ഒരു ചരിത്രം, നബിന്റെ സഹാബിയായും കൊണ്ട് നബിന്റെ വഹിയെല്ലാം എഴുതി വെച്ചും കൊണ്ട് ഒരു മനുഷ്യനുണ്ടായിരുന്നു. സഹാബാക്കളെ കൂട്ടത്തിൽ വലിയൊരു സ്ഥാനവും നബി കൊടുത്തിരുന്നു വഹീനെല്ലാം എഴുതി വെക്കാൻ വേണ്ടി. ആ മനുഷ്യനെന്തായി അവസാനം മതം മാറിയും കൊണ്ട് മറ്റേ കാഫര്യങ്ങളെ കൂടെ പോയിട്ട് ചേർന്നു. മതം മാറിയെന്ന് മാത്രമല്ല, പിന്നെ അവരെ കൂട്ടത്തിൽ കൂടി കൊണ്ട് തോന്നിവാസം പറയാൻ തുടങ്ങി. എങ്ങനെ? മുഹമ്മദ് നബിക്കൊന്നും അറിയാല, ഞാൻ എഴുതി കൊടുത്തത് മാത്രം അറിയത്രേ. വഹീനെ എഴുതി കൊടുക്കാനുള്ള വഹീനെ എഴുതാനുള്ള ഒരു പണി നബി കൊടുത്തിരുന്നു. അതിനും പറയുന്നു, മുഹമ്മദ് നബിക്കൊന്നും അറിയാല, ഞാൻ എഴുതി കൊടുത്തത് മാത്രം അറിയത്രേ, വേറൊന്നും അറിയാല. നബി തങ്ങൾക്ക് വിവരം കിട്ടി. നബിക്ക് മനസ്സ് ബേജാറായിപ്പോയി. നബി പറഞ്ഞു,
മാ തഖ്ബലുഹുൽ അർളു, അവനെ ഭൂമി സ്വീകരിക്കൂല. മഹാമറത്തിലെ പറയൂത്തരെ, എന്തെങ്കിലും ഒന്നും പറയൂത്തരെ, അവനെ ഭൂമി സ്വീകരിക്കൂല, അവനെ മണ്ണ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞ് അങ്ങനെ കുറെ കാലങ്ങളായ സമയത്ത് ആ മനുഷ്യനിതാ മരിക്കുന്നു, ഈമാനില്ലാണ്ട് മരിക്കുന്നു. ആ മനുഷ്യന്റെ കൂട്ടുകാർ കുടുംബക്കാർ കൊണ്ടുപോയിട്ട് മറവ് ചെയ്തതിന്റെ ശേഷം ആ മനുഷ്യൻ മണ്ണിന്റെ മുകൾ ഭാഗത്താണ്, ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുന്നില്ല. നബി പറഞ്ഞു അവനെ മണ്ണ് സ്വീകരിക്കൂല. അതിന്റെ ഫലം അതാ കണ്ടു. അവർ വിചാരിച്ചു ഇത് മുഹമ്മദിന്റെ അനുയായികളും ഇത് എടുത്തിട്ട് മീത്തക്കിടുന്നതാണ്, ഇവൻ മതം മാറി വന്നതിന്റെ പേരിൽ ശത്രുത കാണിക്കുന്നതാണ്, ഇവരായിരിക്കും ഖബറിനെടുത്തിട്ട് മീത്തക്കിടുന്നത്. എന്നിട്ട് എന്താക്കി, വലിയ കഴിഞ്ഞത്ര കൊണ്ടുകുഴിച്ചിട്ട് അടിയിൽ വെച്ച്. എന്നാലും പിറ്റേ ദിവസം നോക്കുമ്പോൾ മണ്ണിന്റെ മേലെയാണ്. അങ്ങനെ ആ മനുഷ്യൻക്കതാ മണ്ണ് സ്വീകരിക്കാത്തൊരവസ്ഥ, എപ്പോഴും മണ്ണിന്റെ മേലെ തന്നെ ആ മനുഷ്യന്റെ ശവം. അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടായി. അത് നബിന്റെ ശാപ്പാണ്, നബിന്റെ പൊരുത്തക്കേടാണ്. അങ്ങനെ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ മൂസ അലൈഹിസ്സലാം തങ്ങൾ തൗറാത്ത് വാങ്ങാൻ വേണ്ടി പോയ സമയത്ത് സാമിരി എന്ന് പറയുന്ന ഒരു മുനാഫിക്ക്, മൂപ്പര സമുദായത്തിൽപ്പെട്ട ഒരു മുനാഫിക്കായിരുന്നു. അവൻ എന്താക്കി, ഫിറൗന്റെയും കൂട്ടരുടെയും പൊന്ന് ധാരാളം ബനി ഇസ്രായേലിന്റെ കയ്യിലുണ്ടായിരുന്നു, മൂസ അലൈഹിസ്സലാമിന്റെ സമുദായത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ പൊന്ന് കൊണ്ട് അതിനെല്ലാം ഒരുക്കി നല്ലൊരു പശുക്കുട്ടി ഉണ്ടാക്കിക്കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കാല് കൊണ്ടതായിരിക്കുന്ന ആ സ്ഥലത്തിന്റെ മണ്ണെടുത്തിട്ട് അതിന്റെ ബൈക്കിട്ട് അത് നല്ല ഉഷാറായിട്ട് കൂക്കാനും ശബ്ദിക്കാനും തുടങ്ങി. പൊന്നിന്റെ പശുക്കുട്ടിയാണ്. അതിലേക്ക് ഹയാത്ത് വന്നെന്ത്, അത് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കുതിരയുടെ കാല് കൊണ്ട സ്ഥലത്തിന്റെ ആ മണ്ണുണ്ടല്ലോ, ആ മണ്ണിന്റെ വിശേഷത, ആ മണ്ണിന് എന്തിലും കിട്ടുമ്പോൾ ആ മണ്ണ് ഹയാത്ത് ഉണ്ടാകുന്നു. അല്ലാഹു തആല ഹയാത്ത് കൊടുക്കുന്നതാണ്. ഒരു ജീവനില്ലാത്ത വസ്തുവിനിക്ക് ആ മണ്ണിനെ കൊണ്ടിട്ടാ മതി, അപ്പൊ ഹയാത്താണ്. അങ്ങനത്തെ ഒരു വിശേഷമുള്ള ഒരു മണ്ണാണ്. അതിനെ അവൻ പഠിച്ചിരുന്നു. ആ മണ്ണും എൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നല്ല വലിയ കുറേ പൊന്നുണ്ടായിരുന്നു. ആ പൊന്നിന്റെ പശുക്കുട്ടി വലിയ പശു ഉണ്ടാക്കിയിട്ട് നല്ല സ്റ്റൈലുണ്ടാക്കിയിട്ട് അതിന്റെ ബായിക്ക് മണ്ണിനിട്ടപ്പോൾ അത് കുക്കാൻ തുടങ്ങി, ശബ്ദിക്കാൻ തുടങ്ങി. എന്നിട്ടും പറഞ്ഞെന്തറിയോ, ഹാദാ ഇലാഹുക്കും ഇലാഹു മൂസ, ഇത് നിങ്ങളെ ഇലാഹും മൂസന്റെ ഇലാഹുമാണ്. മൂസ മറന്നിട്ട് തേടാൻ വേണ്ടി പോയതാണ്. മൂസ തുരുസിനിലേക്ക് പോയത് ഇലാഹ് ഇവിടെ ഉണ്ടെന്ന് മൂസക്ക് അറിയാല. മൂസ ഇലാഹിനെ തേടിങ്ങോട്ടും പോയതാണ്. ഇലാഹി തന്നെ. മൂസ അലൈഹിസ്സലാമിലേക്ക് വിവരം കിട്ടിയപ്പോൾ വല്ലാത്ത ദേഷ്യം പിടിച്ചു. അതിനെ കരിച്ചും കൊണ്ട് ഭസ്മാക്കിയും കൊണ്ട് കടലിലേക്ക് വിതറി. എന്നിട്ട് മൂപ്പറുവനെ കൊല്ലാൻ വേണ്ടി കരുതിയ സമയത്ത് അള്ളാഹ് പറഞ്ഞു, മൂസ കൊല്ലല്ല, അവൻ ആള് ധർമ്മിഷ്ഠനാണ്, കൊല്ലണ്ട ധർമ്മിഷ്ഠനാണ്. അപ്പൊ അസ്സദഖത്തു റദ്ദുൽ ബലാ എല്ലാവരും കേട്ടതല്ലേ, സ്വതക്കന്റെ ഫലം വല്ലാത്തൊരു ഫലമാണ്. അവൻ ധർമ്മിഷ്ഠനാണ്, ആള് കൊല്ലല്ല മൂസ എന്ന് പറഞ്ഞു. കൊന്നില്ല. പിന്നെന്ത് പറഞ്ഞു, നല്ലൊരു വെപ്പ് വെച്ചു. ഫദ്ഹബ്, നാട് വിട്, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് പോയിക്കോ. ഇന്നലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ, നിനക്ക് നിന്റെ ജീവിതത്തിൽ നീ പറയാനുണ്ട് ലാ മിസാസ ലാ മിസാസ ലാ മിസാസ, ഇങ്ങനെ ഓന്റെ പറച്ചല്. പിന്നെ ഇവിടുന്ന് പോണം. മൂസ നബിന്റെ അനുയായികളോടെല്ലാം വിരോധിച്ചു. ഇവനോട് ആരും ഉണ്ടാൻ പാടില്ല, ഇവനോട് കൂട്ടുകെട്ടാൻ പാടില്ല, കാരണം ഇവൻ വല്ലാത്ത തെറ്റ് ചെയ്തവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പരൊരു ശാപം, ഫദ്ഹബ്, നാട് വിട്, ഫൈനലക ഫിൽ ഹയാത്തി അൻ തഖൂല ലാ മിസാസ, നിനക്ക് നിന്റെ ജീവിതത്തിൽ മുഴുവനും ലാമിസാസ എന്നുള്ള വാക്കായിരിക്കും. അങ്ങനെ പിന്നെ അവൻ ലാമിസാസാന്റെ അർത്ഥം എന്ത്? എന്നെ തൊടല്ല എന്നാണ്. എന്റെ അടുത്ത് വരണ്ട, എന്നെ തൊടണ്ട. അങ്ങനെയുള്ളതായ ഒരു ശാപം. അങ്ങനെ ആരും അവനെ കൂട്ടാക്കുന്നില്ല. മരുഭൂമിയിൽ മൃഗത്തിന്റെ കൂടെ കുടിങ്കൊണ്ട് ഈ ലാമിസാസ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് മരിച്ചത്. ആര് അവനെ തൊട്ടോ ആ തൊട്ടവനുക്കും പനിയാണ്, തൊടപ്പെട്ടവനുക്കും പനിയാണ്, രണ്ടാൾക്കും പനി വരും. അങ്ങനത്തെ അവസ്ഥയിലായിട്ട് മാറി. എന്താ? മൂസ അലൈഹിസ്സലാമിന്റെ ശാപം. അങ്ങനെ മഹാമാറന്ത അവരെ പൊരുത്തക്കേട് നമ്മൾ സമ്പാദിക്കാൻ പാടില്ല. അങ്ങനെ ഒരുപാട് പൊരുത്തക്കേടിന്റെ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. മഹാനായിരിക്കുന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് കൂഫയിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഇമാമത്തും അതുപോലെ തന്നെ മറ്റുള്ളതായ നല്ല നല്ല കർമ്മങ്ങളൊക്കെ, സ്വാലിഹായ നല്ല നല്ല അമലൊക്കെ ചെയ്തും കൊണ്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു കൂഫയിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. ആ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പരാതി
ഉമർ അള്ളാഹുവിനോട് ഖലീഫയോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ശരിയില്ല, ഇമാമു ശരിയില്ല, അയാൾ അംശം വെക്കുന്നില്ല, അയാൾ യുദ്ധത്തിന് പോകുന്നില്ല, അയാൾ നീതി ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള കുറേ പരാതി ഉമർ അള്ളാഹുവിനോട് വന്നിട്ട് പറഞ്ഞു. സഅദ് ഇബ്നു അബി വക്കാസ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബാക്കൾപ്പെട്ട ഒരു വ്യക്തിയാണ്, വലിയ മർത്തബയിലുള്ളവരാണ്. അവരെയാണ് എന്താക്കിയത്, ആരോപണം പറഞ്ഞത്, കള്ള റിപ്പോർട്ട്. മൂപ്പർ അങ്ങനത്തെ ആളല്ല, നല്ല ആളാണ്. അങ്ങനെ ഉമർ അള്ളാഹു എന്താക്കി, മൂപ്പർ ഏതായിട്ട് ഒഴിവാക്കി, എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഒഴിവാക്കിയിട്ട് പിന്നെ അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം, എല്ലാവർക്കും നല്ല ആള്. അതിൽ ഒരു മനുഷ്യൻ മാത്രം, ഒരു ഉസാമത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നിന്നും കൊണ്ട് പറഞ്ഞു ഉമർ അള്ളാഹുവിനോട്, ഈ വ്യക്തി ഇയാള് അംശം വെക്കുമ്പോൾ നീതി പാലിക്കുന്നില്ല, യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് പോകുന്നില്ല, ഇങ്ങനെയുള്ള കുറച്ച് പരാതികൾ ഇല്ലാത്തതിനുണ്ടാക്കി പറഞ്ഞു. സഅദ് ഇബ്നു അബി വക്കാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ, വലിയ മർത്തബയിലുള്ളവരല്ലേ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബിയല്ലേ. മൂപ്പര് അടുത്ത് നിന്നും കൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് 3 ദുആ ചെയ്യും. എന്നിട്ട് പറയുന്നു, ഇൻ കാന ഹാദാ കാദിബൻ ഖാമ സുംഅതൻ വരിയാൻ ഫാതിൽ ഉംറഹു വാതിൽ ഫഖറഹു വഅരിൽഹു ലിൽ ഫിതൻ. പടച്ചവനെ, എന്നെ പറ്റി ഇവൻ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പറഞ്ഞു, അതുകൊണ്ട് ഇവന്റെ ആയുസ്സിനെ നീ നീട്ടണം, ഇവന്റെ ദാരിദ്ര്യം വല്ലാതെ നീളമായ ദാരിദ്ര്യം കൊടുക്കണം. വഅരിൽഹു ലിൽ ഫിതൻ. ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ ചെയ്യുന്ന ആളല്ല. മൂപ്പർ വന്നിട്ട് പറഞ്ഞു, മർവാനോട് പറഞ്ഞു, മർവാൻ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിനെ വെക്കുന്ന ഞാനൊരു ഹദീസ് കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഒരു ചാണ്ട് ഭൂമി പിടിച്ചെടുത്താൽ, മറ്റവന്റെ ഭൂമിനെ പിടിച്ചെടുത്താൽ അതിനവനക്ക് ഖിയാമത്ത് നാളിൽ അല്ലാഹു മാലയാക്കിയിട്ടിടും, 7ാം ഭൂമി വരെ എടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് മാലാക്കിയിട്ടിടുമെന്ന്, അങ്ങനെയുള്ള ശിക്ഷ കൊടുക്കുമെന്ന് ഹബീബ നബി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഭൂമി പിടിക്കുവോ, പെണ്ണിന്റെ ഭൂമി ഞാൻ പിടിക്കുവോ? ഞാൻ ഒരിക്കലും പിടിക്കുന്നവനല്ല, ഞാൻ പിടിച്ചിട്ടുമില്ല. അപ്പൊ ഇല്ലാത്ത ആരോപണം ഉണ്ടാക്കിയ സമയത്ത് മഹാനവറുകൾക്ക് ബേജാറായിപ്പോയി. അവിടുന്ന് പറയുന്നു, ഇൻകാനത്ത് ഹാദിഹി കാദിബതൻ ഫഅമി ബസറഹാ വഖ്തുൽഹാ ഫി അർളിഹാ. പടച്ചവനെ, ഇവള് കള്ള ആരോപണം എന്നെ പറ്റി ഉണ്ടാക്കിയല്ലോ, അത് ആ കളവ് പറഞ്ഞത് കൊണ്ട് അവളെ കണ്ണ് നീ കുരുടാക്കണം, അവളെ കണ്ണിന്റെ കാഴ്ചനെടുക്കണം. മാത്രമല്ല വഖ്തുൽഹാ ഫി അർളിഹാ, അവളെ ഭൂമിയിൽ തന്നെ അവളെ നീ കൊല്ലണം. അങ്ങനെ മൂപ്പർ പറഞ്ഞ പോലെ കുറെ കാലം പെണ്ണ് ജീവിച്ചിട്ട് അവസാനാകുമ്പോൾ കണ്ണിന്റെ കാഴ്ച പോയിട്ട് വല്ലാതെ മതിൽ പറടാൻ തുടങ്ങി. വാടെ മതിലുണ്ട്, വാടന്മാരുണ്ട്, ഇങ്ങനെ പരടി ഇങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവസാനം മൂപ്പർ ദുആ എന്ത്, വഖ്തുൽഹാ ഫി അർളിഹാ, അവളെ ഭൂമിയിൽ തന്നെ അവളെ കൊല്ലണം. അതേ ഭൂമി, അതായത് സഅദ് റളിയല്ലാഹുവിന്റെ ഭൂമിനെ പറ്റിയെടുത്തു എന്ന് പറഞ്ഞില്ലേ, അതേ ഭൂമിയിലുള്ള ഒരു കിണറിലേക്ക് വീണിട്ട് അവളെ ചാവുകയും ചെയ്തു. അതവളെ ഖബറായിട്ട് മാറി. ഇത് അള്ളാഹുവിന്റെ മഹാന്മാരുടെ പൊരുത്തക്കേട് വാങ്ങാൻ പാടില്ല. അതാണ് അള്ളാഹ് പറയുന്നത്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ആണ് നമ്മൾ ചിന്തിച്ചിട്ടില്ല ആ ഹദീസിനെ. എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ, എൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട ആള്, അത് നബിമാരാവട്ടെ, മുർസലീങ്ങളാവട്ടെ, ബദരീങ്ങളാവട്ടെ, സുഹദാക്കളാവട്ടെ, സിദ്ദീഖീങ്ങളാവട്ടെ, നമ്മുടെ കൂടെ കിടക്കുന്ന മഹാന്മാരാവട്ടെ, ഏതെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ ശത്രുത കാണിച്ചെങ്കിൽ അല്ലാഹ് പറയുന്നത് ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം ചെയ്യും. അങ്ങനെ പറയണമെങ്കിൽ എത്ര വലിയ വിഷയമായിരിക്കും. അപ്പൊ അല്ലാഹു തആലക്ക് ആ വിഷയത്തിൽ അല്ലാഹു തആലക്ക് എത്ര ഒരു വിഷമമുണ്ട് നിങ്ങൾ മനസ്സിലാക്കി. എൻ്റെ വലിയനോട് ശത്രുത അല്ല മനസ്സിലുണ്ടാക്കുന്നതാണ്, പക ശത്രുത അല്ല മനസ്സിൽ വരുന്നത്. നാവില് പറഞ്ഞിട്ടതല്ല, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, മനസ്സിൽ വേണ്ടാത്ത വിചാരിച്ചിട്ടുണ്ടാവും. അള്ളാഹുവിന്റെ മഹാന്മാരെ വേണ്ടാത്ത വിചാരിക്കുന്നുണ്ടാവും, അതിന്റെ ശത്രുത പ്രവർത്തിയിൽ കാണിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നാവിൽ പറയുന്നെല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു സ്വഭാവം ഒരുത്തലുണ്ടെങ്കിൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ഞാൻ അവനോട് യുദ്ധം ചെയ്യും. അപ്പൊ യുദ്ധം ചെയ്യും എന്നിട്ട് പറയണമെങ്കിൽ, നിസ്കാരം ഒഴിച്ചാരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല, നോമ്പ് ഒഴിച്ചാരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഈ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളെ വ്യസനിപ്പിച്ച സമയത്ത് അള്ളാഹ് വിട്ടുവീഴ്ച കൊടുക്കുന്നേ ഇല്ല. ഞാൻ അവനോട് യുദ്ധം ചെയ്യും. അപ്പൊ യുദ്ധം ചെയ്യുന്ന എങ്ങനെ? ഇതുപോലത്തെ പൊരുത്തക്കേടിൻ്റെതാ. ഇതുപോലത്തെ ഞാൻ കുറെ പൊരുത്തക്കേട് പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള പൊരുത്തക്കേട് ആരും കിട്ടുന്നത്. നമുക്ക് അങ്ങനെയുള്ള പൊരുത്തക്കേട് കിട്ടാൻ പാടില്ല. നമുക്ക് അവരെ പൊരുത്തവും അവരെ കുരുത്തവും അവരെ മദതും നമുക്ക് കിട്ടണം. അവരോട് നമുക്ക് സ്നേഹം വേണം. ആ സ്നേഹം അത് അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന വസ്തുവാണ്.
ആ സ്നേഹം അള്ളാഹുലേക്ക് അടുപ്പിക്കും. ഇപ്പൊ ഞാൻ അള്ളാഹുവിന്റെ മഹാന്മാരെ പറ്റി പറയുന്നല്ലേ, അള്ളാഹുവിന്റെ മഹാന്മാരായ ഷെയ്ഖന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹിന്റെ മഹാന്മാരെ പറയുമ്പോൾ തൻസീലു റഹ്മ, റഹ്മത്ത് ഇറങ്ങും. നമ്മുടെ സദസ്സിലേക്ക് റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടുണ്ട്, തീർച്ചയായും ഇറങ്ങും. ദിക്റു സ്വാലിഹീന, ദിക്റുൽ അംബിയാ ഇബാദ, ദിക്റു സ്വാലിഹീന ഗഫാറ. നബിമാരെ പറ്റി പറയൽ നബിന്റെ ഹദീസാണ്. ദിക്റുൽ അംബിയാ ഇബാദ, നബിമാരെ പറ്റി പറയൽ അല്ലാഹു തആലക്ക് ചെയ്യുന്ന ഇബാദത്താണ്. ദിക്റു സ്വാലിഹീന ഗഫാറ, മഹാന്മാരെ പോലത്തെ നമ്മുടെ ഔലിയാക്കളെ പോലത്തെ സ്വാലിഹീങ്ങളെ പറ്റി പറയുമ്പോൾ അത് കഫാറ, ദോഷത്തിന് പൊറുപ്പിക്കുന്ന കാര്യമാണ്. ഇത്രയെല്ലാം മഹത്വമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മഹത്വക്കളെ നല്ലപോലെ സ്നേഹിക്കണം. കൽബുൽ സ്നേഹം വേണം. ഞങ്ങളിൽ എന്തുണ്ട്? ഞങ്ങൾ ഈമാൻ ശരിയായനോ ഇല്ല നമുക്ക് പറയാൻ കഴിയോ? ഇല്ല. നമ്മൾ ഈമാൻ ശരിയായനോ എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ പറ്റി അള്ളാഹ് പറഞ്ഞു, അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, ശരിയായ ഈമാനുള്ളവരാണ്, ശരിയായ തഖ്വ ഉള്ളവരാണ്. ഞങ്ങൾ ഈമാൻ ശരിയാണ്, ഞങ്ങൾ തഖ്വ ശരിയാണെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ പ്രവൃത്തി എന്താണ്? ഞങ്ങളുടെ ഈമാൻ എന്താണ്? അതിന് ആര് നല്ലതെന്ന് ആര് പറഞ്ഞു? അപ്പൊ നമുക്ക് മഹാന്മാരോട് ബന്ധപ്പെടുക, മഹാന്മാരെ സ്നേഹിക്കുക, അതാണ് നമുക്ക് വലിയൊരു മുതല്. ആ സ്നേഹം കൊണ്ട് നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം കിട്ടും. അത് മഹാന്മാരെ പഠിപ്പിക്കുന്നു. മഹബത്ത് സ്വാലിഹീന, സ്വാലിഹീങ്ങളുടെ മഹബത്ത് അള്ളാഹുവിന്റെ മഹബത്തിലേക്ക് ചേർക്കും. അപ്പൊ സ്വാലിഹീങ്ങളെ നല്ലപോലെ സ്നേഹിക്കണം. അവരെ ബഹുമാനവും ആദരവും നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. കുറെ മനുഷ്യന്മാരുണ്ട്, സാധാരണ മോമിനിങ്ങൾക്ക് സലാമുൻ അലൈക്കും യാ അഹ്ലൽ ഖുബൂർ എന്ന് പറയുന്നുണ്ടാവും. ഔലിയാക്കളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഔലിയാക്കളുടെ ഭാഗത്തേക്ക് ഒരു സലാമുൻ അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഔലിയാ അല്ലാഹ് എന്ന് പറയണ്ട, സലാമുൻ അലൈക്കും യാ അഹ്ലൽ ഖുബൂർ എന്ന് പറയാൻ തയ്യാറില്ല. മറ്റുള്ളവരുടെ ഭാഗത്തേക്ക് വേണം ചിലപ്പോൾ സലാമുൻ അലൈക്കും യാ അഹ്ലൽ ഖുബൂർ എന്ന് പറയുന്നുണ്ടാവും. ഔലിയാക്കളുടെ ഭാഗത്തേക്ക് നോക്കിയിട്ട് സലാമുൻ യാ ഔലിയാ അല്ലാഹ് അല്ല, സലാമുൻ അലൈക്കും യാ അഹ്ലൽ ഖുബൂർ എന്ന് പോലും പറയുന്നില്ല. അത്രക്കും ശത്രുത. ഈ ശത്രുത എവിടേക്ക് എത്തും? എവിടെ പോയിട്ട് എത്തും? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ശത്രുത പാടില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമാണ് സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. അങ്ങനെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മുടെ ഈമാൻ സലാമത്താവും. ഔലിയാക്കളെ ഇൻകാർ ചെയ്ത, ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തിയ ആൾമാരുടെ ചരിത്രം ഒരുപാടുണ്ട്. ഞാൻ ഒന്ന് മാത്രം പറയുന്നു. നീളമായ ചരിത്രമാണ് ഇബ്നു സക്കാന്റെ ചരിത്രം. ഇബ്നു സക്കയും ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ചെറിയ കുട്ടിയാണ്. പിന്നെ ഒരു അബ്ദുല്ലാഹ് ഇബ്നു അബീ യസ്റൂൻ, മൂന്നാള് പോയ ചരിത്രം, ഒരു ഗൗസിനെ കാണാൻ വേണ്ടി പോയ ചരിത്രം. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതിൽപ്പെട്ട ഒരാളാണ് ഇബ്നു സക്ക. ഇബ്നു സക്ക, അബ്ദുല്ലാഹ് നബി യസ്റൂൻ, മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ. മൂന്ന് ഷെയ്ഖായിട്ടില്ല, ചെറിയ കുട്ടിയാണ്. അതിൽ ഈ ഇബ്നു സക്ക കുറച്ച് കുരുത്തക്കേട് കാണിച്ചു. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആ ഗൗസിനോട്, ഗൗസിലും വലിയ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വലിയാണ്, ആ ഞങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്ന ഗൗസിനോട് ഞാനൊരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് അയാൾക്ക് മറുപടി പറയാൻ കിട്ടിയാല, അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കും. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഗൗസിനെ കാണാൻ വേണ്ടി പോയി. ഗൗസ് കുറച്ച് നേരം ആകുമ്പോൾ ആ സ്ഥലത്ത് വെളിവായി ഇങ്ങോട്ട് പറയുന്നു, ഇബ്നു സക്ക, നിന്റെ മുഖത്ത് ഞാൻ കുഫറിനെ കാണുന്നു, കുഫറാകുന്ന തീനെ നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു. നീ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം ഇന്നതാണ്, അതിന്റെ മറുപടി ഇന്നതാണ് എന്ന് വ്യക്തമായി പറഞ്ഞു. അവസാനം ഞാൻ ചുരുക്കി പറയുന്നു, അങ്ങനെ ആ ഇബ്നു സക്ക വലിയ പണ്ഡിതനാണ്, എല്ലാ വാദപ്രതിവാദത്തിലും ജയിക്കുന്ന പണ്ഡിതനാണ്, വലിയ പണ്ഡിതനായിട്ട് അന്നത്തെ രാജാവിനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ രാജാവിന്റെ മോളെ കെട്ടാൻ വേണ്ടി ഉദ്ദേശിച്ച് ഈ ചങ്ങായി ഇബ്നു സക്ക ഈ ഗൗസിന്റെ പൊരുത്തക്കേട് വെളിവായിക്കൊണ്ട് വരുന്നു. രാജാവ് നസ്രാനിയാണ്. ആ നസ്രാനിയായ രാജാവിന്റെ മകൾ നസ്രാനിയത്തായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അപ്പൊ രാജാവ് പറഞ്ഞു, എന്റെ മതത്തിലേക്ക് വന്ന് മാത്രം ഞാൻ കെട്ടിച്ചു തരാം. അങ്ങനെ രാജാവിന്റെ മോള് കിട്ടാൻ വേണ്ടി മതം മാറി. ഗൗസ് പറഞ്ഞതല്ല, കുഫറാകുന്ന തീനെ നിന്റെ മുഖത്ത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞതല്ല, അതവിടെ സംഭവിച്ചു. അങ്ങനെ ആ പെണ്ണ് കിട്ടാൻ വേണ്ടി അതാ മതം മാറി അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ വല്ലാത്ത സൗക്കേട് പിടിപെട്ടു. ആ സൗക്കേട് പിടിപെട്ടപ്പോൾ അവർ പെണ്ണിന് പുറത്തിട്ടു. അങ്ങനെ അവിടെ അതാ അവസാനം അയാൾ പറഞ്ഞത്, റുബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനു മുസ്ലിമീൻ എന്നുള്ളൊരായത്തല്ലാതെ എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് വലിയ പൊരുത്തക്കേട് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടതാ അയാൾ അവസാനം ഈമാനില്ലാണ്ടാണ് പോയത്. അതുകൊണ്ട് എന്റെ കാണുന്നില്ല.
അപ്പൊ വലിയൊരു തെറ്റാണ് അള്ളാഹിന്റെ മഹാന്മാരെ പൊരുത്തക്കേട് സമ്പാദിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബ് അവന്റെ മഹാന്മാരെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കുരുത്തവും പൊരുത്തവും മഹബത്തും എല്ലാം കരസ്ഥമാക്കി നല്ലപോലെ ജീവിച്ച് നന്നായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും കുടുംബത്തിനും അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.